എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് സേതു പുന്നുമടത്തിലേക്ക് വരുവാണ്. ഈ സമയത്ത് പൂർണിമയും എല്ലാരും കൂടെ ഇറങ്ങി ചെന്നു. പിന്നീട് സേതുവിനോട് ചോദിച്ചു, കേട്ട കാര്യങ്ങളൊക്കെ സത്യമാണോ സേതു എന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോ സേതു പറഞ്ഞു, അതേ അമ്മയെന്ന് പറയണ. ഇത് കേട്ടപ്പോ അച്ചു ചോദിച്ചു, അല്ല ഇതെന്ത് പറ്റി പാറുവിന്? പാറു ഇങ്ങനെയൊന്നും ആയിരുന്നില്ലെന്ന് പറയണ. എന്ത് ചെയ്യാനാ, നമുക്ക് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലെന്ന് പറയാം. എന്നാലും ആ ഇന്ദ്രന്റെ വീട്ടിലേക്ക് കയറി ചെല്ലാനുള്ള ധൈര്യമേ. ഇത് കേട്ടതും ശ്രീഹരി വന്നിട്ട് ചോദിച്ചു, അല്ല സേതുവേട്ടാ, സേതുവേട്ടന് വല്ല പ്രശ്നം ഉണ്ടാവുമോ എന്ന് ചോദിക്കുക. ഇതിന്റെ പേരില് ഒന്നും പറയാൻ പറ്റില്ല, ഇനി എല്ലാം കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളാന്ന് പറയണം. ആ സമയത്ത് പൂർണ്ണം പറഞ്ഞു, എന്നാലും ആ പെങ്കൊച്ചിത് എന്ത് പരിപാടിയെ കാണിച്ചേ? മുകുന്ദ മാഷ് എന്ത് പ്രതീക്ഷയോട് കൂടിയിട്ടാ രണ്ടു മക്കളെയും വളർത്തിയത്, അവസാനം രണ്ടുപേരുടെയും ജീവിതം ഇങ്ങനെയായി പോയല്ലോ എന്ന് പറയാണ്. ഇത് കേട്ടപ്പോ അച്ചു പറഞ്ഞു, ഒരു പക്ഷേങ്കില് പാറുവിന്റെ സ്വഭാവം വേറെയാ, പാറു അവിടെ ചെന്ന് പിടിച്ചിരിക്കാൻ ശ്രമിക്കുമായിരിക്കും എന്നൊക്കെ പറയാണ്. സ്വാതി പറഞ്ഞു, എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, കാരണം ആ ഇന്ദ്രൻ അവിടെ ഉണ്ടല്ലോ. ഈ പറയുന്ന വിശ്വ ഇന്ദ്രന്റെ അനിയൻ തന്നെയാണ്. എത്രയൊക്കെയാന്ന് പറഞ്ഞാലും ചേട്ടനോട് അവനോട് സ്നേഹമില്ലാതിരിക്കില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. സേതു പറഞ്ഞു, അതൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ ഇപ്പം കുഴപ്പമില്ല, പക്ഷെ നാളത്തെ കാര്യം എന്താണെന്ന് അറിയില്ല എന്ന് പറയണ. ആ സമയം ഋതു ഇങ്ങനെ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു സെറ്റിയാല്. ഋതു ഒന്നും മിണ്ടാതെ കിടക്കുന്ന കണ്ടപ്പോഴത്തേനും പൂർണ്ണിമ അങ്ങോട്ട് എന്നിട്ട് ചോദിച്ചു, നിനക്ക് ഇതിനെക്കുറിച്ച് ഒരു അഭിപ്രായം പറയാനില്ലേന്ന് ചോദിക്കും. ഞാൻ എന്താ അഭിപ്രായം പറയാനാ, മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഞാൻ കയറി എന്തിനാ തലയിടുന്നേ, എനിക്ക് അതിന്റെ ആവശ്യമില്ല എന്നും പറഞ്ഞ് ഋതു കിടക്കുക. നീ എന്താ ഇവിടെ വന്ന് ഇങ്ങനെ കിടക്കണമെന്ന് ചോദിക്കുക. ഒന്നുമില്ലാന്ന് പറയണം. ഋതുവിന് നല്ല മാറ്റം ഉണ്ടെന്ന് പൂർണ്ണിമയ്ക്ക് മനസ്സിലായി. എന്താണെന്ന് അറിയത്തില്ല, ആരുടെ സംസാരമില്ല, കാര്യങ്ങളില്ല, ഫുഡ് കഴിക്കുക വരെ വളരെ കുറവാണ് താനും, എപ്പോഴും ഒരേ ഇരിപ്പും കിടപ്പും തന്നെയായിരിക്കും. പിന്നീട് സേതു അങ്ങോട്ടേക്ക് കയറി പോവാണ്. ഈ സമയത്ത് രാജലക്ഷ്മി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതിനുശേഷം വിശ്വത്തിനും പാറും കിടക്കുന്ന മുറിയുടെ മുന്നിൽ വന്ന് കഥയെ മുട്ടുകയാണ്. അങ്ങനെ അവര് കഥ തുറന്നു പുറത്തേക്ക് ഇറങ്ങി വന്നു ചോദിച്ചു, എന്താമ്മ എന്താ കാര്യം എന്ന് വിഷയം ചോദിക്കുകയാണ്. അത് മോനെ, എനിക്കൊരു കാര്യം പറയാനുണ്ട് നിങ്ങളോടെന്ന് പറയാം. അമ്മ എന്തുവാണേലും പറഞ്ഞു, അത് നിങ്ങളുടെ ബന്ധം ഒന്ന് ഊട്ടി ഉറപ്പിക്കണം എന്ന് പറയണം. ബന്ധം ഊട്ടി ഉറപ്പിക്കാനോ? ഞങ്ങള് പരസ്പരം കല്യാണം കഴിച്ചല്ല, രജിസ്റ്റർ മാരേജ് ചെയ്താ, നീമൊരുമായിട്ട് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞല്ലെന്ന് ചോദിക്കാം. അതല്ല മോനെ, നമുക്കൊരു കുടുംബക്ഷേത്രം ഉണ്ടെന്ന് അറിയാലോ, അതുകൊണ്ട് ആ കുടുംബക്ഷേത്രത്തിൽ പോയി പരസ്പരം മാലയിടണം, മാലയിട്ട് നിങ്ങൾ ഒന്നാവണം എന്ന് പറയണം. ഇത് കേട്ടതും വിശ്വം പറഞ്ഞു, അതിനെന്താ കുഴപ്പം, കുടുംബക്ഷേത്രത്തിൽ പോയി പരസ്പരം മാലയിട്ട് ഒന്നാവാലോ. നിനക്കറിയാവോന്നറിയില്ല, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നിന്റെ ചേട്ടൻ ഇന്ദ്രന്റെ കല്യാണം അവിടെ വെച്ച് നടത്തണമെന്നും കൂടെ ആയിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, അത് സാഹചര്യവശാൽ നടന്നില്ല. അവന്റെ ജീവിതം അങ്ങനെയായി പോവുകയും ചെയ്തു. ആ ഒരു അവസ്ഥ നിനക്കും ഉണ്ടാവരുത്, നിനക്കും പാറിനും ഉണ്ടാവരുത്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയണമെന്ന് പറയാം. നമുക്ക് പോയേക്കാമെന്ന് പറയണ. ഏറ്റവും അടുത്തൊരു മുഹൂർത്തം തന്നെ ഞാൻ നോക്കാം, എത്രയും പെട്ടെന്ന് തന്നെ അവിടെ വെച്ച് കല്യാണം നടത്താന്ന് പറയാം. നമ്മുടെ ബന്ധുക്കാരെയൊക്കെ വിളിച്ച് ഒരു പിടി ചോറും കൂടെ കൊടുക്കണം, അതൊക്കെ എൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങളാന്ന് പറയണ. ഇത് കേട്ട വിശ്വം പറഞ്ഞു, അതിനെന്താ അമ്മ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നടക്കട്ടെ എന്ന് പറയണ. പിന്നീടാണ് ആ തുറുപ്പിച്ചിട്ട് അങ്ങോട്ട് ഇറക്കുന്ന രാജലക്ഷ്മി. അതെ, അവരും ഒരു കാര്യമുണ്ട്, ഒരു കാരണവശാലും നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കരുതെന്ന് പറയണേ. അമ്മ എന്താ പറയണേ? അതേടെ മോനെ, കുടുംബക്ഷേത്രത്തിൽ പോയി താലി കിട്ടുന്നോടം വരെ ഭാര്യ ഭർത്താക്കന്മാരെ ജീവിക്കരുത്, അതൊരു ആചാരമല്ലേ. അവിടെ വെച്ച് താലി കിട്ടിയാലും നിങ്ങൾ ശരിക്കും ഭാര്യ ഭർത്താക്കന്മാരാവുള്ളൂ എന്ന് എൻ്റെ വിശ്വാസം. അപ്പൊ അതുകൊണ്ടാന്ന് പറയണ. ഇത് കേട്ടതും വിശ്വം പറഞ്ഞേ, അതൊന്നും നടക്കില്ല എന്ന് പറയണ. പാറു പറഞ്ഞു, എന്താ വിശ്വത്? അമ്മ ഒരു നല്ല കാര്യത്തിന് വേണ്ടിട്ടല്ലേ. ഇത് കേട്ടൻ രാജേഷ് മോഹൻ, എനിക്കറിയാം മോൾക്ക് സ്നേഹമുണ്ടെന്ന്, ഈ കുടുംബത്തോടും വീണോടും എല്ലാവരുടെയും സ്നേഹമുണ്ടെന്ന്, അതല്ലേ മോള് സംഭവിച്ചേ. കണ്ടോടാ, മോളെ കണ്ടുപിടിക്കുക. ഇങ്ങനെ ഒരു മരുമോളെ അല്ല, മോളെ കിട്ടിയത് എൻ്റെ ഭാഗ്യം. ശരിക്കും പറഞ്ഞാൽ ഈ കുടുംബത്തിന് ചേരേണ്ട പെൺകുട്ടി തന്നെ ഇവിടുന്ന് എന്നൊക്കെ പറഞ്ഞ് രാജലക്ഷ്മി ഒന്ന് പുകഴ്ത്തി പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ്. ആ സമയത്ത് കഥ കടിച്ചതിന് ശേഷം വിശ്വം പറഞ്ഞു, എന്ത് പരിപാടി പാറു നീ കാണിച്ചേ, നീ എന്തിനാ അങ്ങനെയൊക്കെ അമ്മയോട് പറയാൻ പോയെന്ന് ചോദിക്കുക. പിന്നല്ലാതെ 1-2 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, എന്താ അതുവരെ നമ്മൾ രണ്ടുപേരും പഴയ ആ വിശ്വവും പാറുമായിരിക്കും എന്ന് പറയണ. വിശ്വം പറഞ്ഞു, നിന്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ എന്നും പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കിടക്കാൻ പോവാണ്. പിറ്റേ ദിവസം നേരം പെരവരാ വെളുത്ത് കഴിഞ്ഞപ്പോൾ പാറു അടുക്കളയിൽ ഇങ്ങനെ ഓരോ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കറി വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നത്. ഇന്ദ്രൻ വന്നിട്ട് അവളുടെ വായ അങ്ങോട്ട് പൊത്തിപ്പിടിക്കുകയാണ്, വായും മൂക്കോട് പൊത്തിപ്പിടിക്കുകയാണ്. അങ്ങനെ പൊത്തിപ്പിടിച്ച് നിൽക്കുന്ന സമയത്ത് പല്ലവി പെട്ടെന്ന് ഞെട്ടി കണ്ണു തുറക്കുക. പല്ലവി കണ്ട സ്വപ്നം വരുന്നത്. പല്ലവിയുടെ മനസ്സിൽ ടെൻഷനോട് കൂടിയിട്ടാണ് പല്ലവി കടന്നേ. അപ്പൊ ആ സമയത്ത് സമയം നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും രാത്രിയാ, നേരം വെളുത്തിട്ട് പോലുമില്ല. എന്ത് ചെയ്യണമെന്ന് നടത്തില്ല. പല്ലവിക്ക് വല്ലാത്ത ടെൻഷനായിപ്പോയി. പല്ലവി പെട്ടെന്ന് സേതുവിനെ വിളിക്കുകയാണ്. അപ്പൊ സേതു നല്ല ഉറക്കം പിടിച്ചിട്ടുണ്ടായിരുന്നു. ഫോൺ ബെല്ലടിച്ച് കഴിഞ്ഞപ്പോൾ സേതു എടുത്തു. എന്താ പല്ലവി, എന്താ രാത്രി എന്ന് ചോദിക്കുക. അതെനിക്ക് സേതുവിനെ അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് പറയണം. ഇപ്പോഴോ? അതെ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്ത് ബുദ്ധിമുട്ട്? അന്ന് ഒരു കാര്യം ചെയ്യാവോ, സേതുവണ്ണം വരാമെന്ന് ചോദിക്കുകയാണ്. അത് ആരോടും പറയണ്ടെന്ന് പറയണം. ശരി ആയിക്കോട്ടെ, ഞാൻ വരാമെന്ന് പറയണം. അങ്ങനെ എന്ത് ചെയ്യണം,
സേതു അപ്പൊ തന്നെ പല്ലവിനെ കൊണ്ടുവരാനായിട്ട് വരുവാണ്. അങ്ങനെ പല്ലവി സേതുവും കൂടെ കടപ്പുറത്ത് പോയിരിക്കുകയാണ്. ഈ സമയത്ത് സേതു വെച്ച്, എന്താ പല്ലവി നീ എന്താ ഇങ്ങനെ വല്ലായിരിക്കണേ, എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ടല്ലോ. അത് ഞാനൊരു സ്വപ്നം കണ്ടെന്ന് പറയും. എന്ത് സ്വപ്നം? പാറുവിന് ഒരു ദുരന്തം സംഭവിക്കുന്നത്, ഇന്ദ്രൻ അവളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്, അതാണോ കാര്യം? അത് കുഴപ്പമൊന്നുമുള്ളല്ല, നീ ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചിട്ട് കടന്നിട്ടാന്ന് പറയാ. അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പറയണം. എന്നാലും സേതുവേട്ട, എനിക്ക് എന്തോ ആപത്ത് വരാൻ പോകുന്ന പോലെ ഒരു തോന്നല് തോന്നുവാന്ന് പറയണം. അതൊക്കെ നിന്റെ വെറും തോന്നല് മാത്രമാ, അങ്ങനെയൊന്നും ഇല്ല. നീ ധൈര്യമായിട്ടിരിക്കുക. നീ എന്തിനു ടെൻഷൻ അടിക്കണേ? എന്ത് വന്നാലും ഞാനില്ലേ കൂടെന്ന് ചോദിക്കാം. എനിക്ക് പേടി, ഇപ്പൊ എനിക്ക് സേതുവേട്ടനെ കൂടെ നഷ്ടപ്പെടുമോ എന്നുള്ള പേടിയൊക്കെ ഉണ്ടെന്ന് പറയാം. അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തിനാ നീ പേടിക്കണേ? അവൾക്ക് അവിടെ നല്ലൊരു ജീവിതമായിരിക്കും കിട്ടാൻ പോകുന്നത്. വിശ്വത്തിന്റെ കൈകളിൽ അവള് സുരക്ഷിതയായിരിക്കും എന്ന് പറയാം. അതൊക്കെ പക്ഷെ ഇന്ദ്രൻ അവിടെ ഉണ്ടല്ലോ, അതോർത്തിട്ടൊരു ഭയമാന്ന് പറയണം. ഇന്ദ്രൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഇന്ദ്രൻ എന്ത് ചെയ്യാൻ പറ്റും? ഇന്ദ്രൻ ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല എന്ന് പറയണം. നീ ഇങ്ങനെ വിഷമിച്ചിരിക്കല്ലേ? ഓർക്കും തോറും നിനക്ക് മനസ്സിൽ ടെൻഷൻ കൂടി വരുള്ളൂ. അങ്ങനെയൊക്കെ ടെൻഷൻ കൂടുമ്പോഴാണ് ഓരോന്നൊക്കെ ആലോചിച്ച് ചിന്തിച്ച് ഓരോ അസുഖങ്ങളൊക്കെ വരുത്തി വെക്കുന്നത്. അതിന്റെ ആവശ്യം ഉണ്ടോന്നൊക്കെ ചോദിക്കണം. അങ്ങനെ പല്ലവിനെ സമാധാനിപ്പിക്കുകയാണ്. പിന്നീട് രാവിലെ എന്നെ ശോഭ പാറുവിനെ വിളിക്കുകയാണ്. അപ്പൊ പാറു ഫോൺ എടുത്തിട്ട് ചെന്താമ്മ എനിക്കോ, ഇപ്പോഴെനിക്ക് ശ്വാസം വീണ്. എന്താമ്മേ നീ ജീവിച്ചിരിപ്പണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ ഇത്ര സമയം നെഞ്ചു കിടന്ന് വിങ്ങിക്കൊണ്ടിരിക്കുക. എങ്ങനെ അങ്ങോട്ട് വിളിക്കണേന്ന് ഓർത്ത് എത്ര സമയം വിളിക്കായിരുന്നെന്ന് പറയണം. നിനക്ക് കുഴപ്പമൊന്നും ഇല്ല അല്ലേ മോളെ നിൽക്കുക? കുഴപ്പമൊന്നുമില്ല. അവിടെയുള്ളവരൊക്കെയോ ഇതുവരെ സ്നേഹത്തോടെ പെരുമാറിയിരിക്കുന്നേ. ഇന്ദ്രനാണെങ്കിലും ഇതുവരെ സ്നേഹത്തോടെ വേറെ മുഖം കറുപ്പിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ലെന്ന് പറയാം. മോളെ സൂക്ഷിക്കണം. അവൻ അങ്ങനെ ആ മുഖം കാണിച്ചാൽ അവളുടെ ഉള്ളിലിരിപ്പ് എന്താന്ന് നമുക്ക് പറയാൻ പറ്റില്ലെന്ന് പറയണം. ഇത് കേട്ടാൻ പാറു പറഞ്ഞു, എനിക്കറിയാമേ, അതുകൊണ്ട് ഒരു കൈ അകലിട്ടാ ഞാൻ എപ്പോഴും നിൽക്കുന്നേ. എല്ലാവരുടെ അടുത്ത് അങ്ങനെ തന്നെയാ, അറിയാലോ. എൻ്റെ ചേച്ചിക്ക് കിട്ടിയ അനുഭവം ഞാൻ ഇതുമായിട്ട് മറന്നിട്ടില്ല. ചേച്ചിയുടെ അനുഭവം എൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് എനിക്കറിയാം എന്നെ നോക്കി നിൽക്കാനായിട്ട്. ആ ഒരു കരുതലോട് കൂടിയിട്ട് മാത്രമേ ഞാൻ ഇവിടെ നിൽക്കത്തുള്ളൂ എന്ന് പറയണം. ഇത് കേട്ടപ്പം ശോഭ പറഞ്ഞു, സാരമില്ല, സമാധാനമായിട്ടിരിക്കുക. എന്തേലും ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചാൽ മതി കേട്ടോ. എന്ത് വിഷമം ഉണ്ടെങ്കിലും മോള് ഞങ്ങളോട് പറയണം. കല്യാണം കഴിഞ്ഞ് പോയെന്നോർത്തോണ്ട് വിഷമങ്ങളൊന്നും പറയാതിരിക്കരുത്. കാരണം അങ്ങനെ പറയാതിരിക്കുമ്പോഴാണ് പല പ്രശ്നങ്ങൾക്കും തുടക്കമാകുന്നത്. എന്തുണ്ടെങ്കിലും പറഞ്ഞാൽ മതി, ഞങ്ങൾ മോളെ ഇങ്ങോട്ട് വന്ന് കൂട്ടിക്കൊണ്ട് വന്നോളാം എന്നൊക്കെ പറയാണ്. അങ്ങനെ ആശ്വസിപ്പിക്കുക. പറഞ്ഞ നല്ല ധൈര്യമായി. തനിക്ക് എന്ത് വന്നാലും തൻ്റെ അച്ഛനും അമ്മയും തൻ്റെ കൂടെ ഉണ്ടല്ലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നു. അച്ഛന് നല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിലും തനിക്കൊരു ആപത്താന്ന് പറഞ്ഞാൽ അച്ഛന് സഹിക്കില്ല. അതൊക്കെ ഓർത്തപ്പോൾ പാറിന് ഭയങ്കര സന്തോഷമായി. പാറ അങ്ങോട്ടേക്ക് പോവുകയാണ്. പിന്നീട് പല്ലവി സേതുവും കൂടെ പൊന്നുമടത്തിലേക്ക് വരിക. അപ്പൊ സേതുവിന് എന്തേ എടുക്കാറുണ്ടായിരുന്നു. പല്ലവി കാറിൽ തന്നെ ഇരിക്കുകയാണ്. സേതു അകത്തേക്ക് ഓടി അങ്ങോട്ട് കയറി പോകുന്ന സമയത്ത് പൂർണ്ണിമ വെച്ചു, എന്താ സേതു എന്ന് ചോദിക്കുക. അതെ, എനിക്കൊരു കാര്യം എടുക്കാണ്ട്, അതിനുവേണ്ടി വന്നാന്ന് പറയണ. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും പല്ലവി കാറിൽ ഇരിക്കുന്നുണ്ട്. ഇതെന്താ ഇറങ്ങാത്തേന്നോർത്ത് പല്ലവി അടുത്തേക്ക് പൂർണ്ണിമ വരുവാണ്. വന്നു നോക്കിക്കഴിഞ്ഞ് പല്ലവി കാറിലിരുന്ന് മയങ്ങുവാണ്. പല്ലവി എന്ന് വിളിച്ചു കഴിഞ്ഞപ്പോൾ പല്ലവി ഞെട്ടി കണ്ണു തുറന്നു. അല്ല, ഇവിടെ വരെ വന്നിട്ട് എന്താ കയറാത്തേന്ന് ചോദിക്കുകയാണ്. അയ്യോ, പെട്ടെന്ന് പല്ലവി ചാടി ഇറങ്ങി. എന്താ പൂർണ്ണിമേ? അതെ, എനിക്ക് മോളോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് പറയാം. എന്ത് കാര്യങ്ങളാ? എനിക്ക് ഋതുവിനെ കുറിച്ചാ പറയാനുള്ളേ. ഋതുവിന് എന്ത് പറ്റിയെന്ന് ചോദിക്കാം. എന്താന്ന് അറിയത്തില്ല, അവളിപ്പോൾ ആരോടും അധികം സംസാരമില്ല. ഫുഡ് കഴിക്കൽ പോലും ശരിക്കില്ല. എപ്പോഴും ഒരേ ഇരിപ്പാ. എന്തേലും ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മാത്രം മറുപടി പറയും. ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് പല്ലവി പറഞ്ഞു, ഇത് പ്രശ്നമാണല്ലോ അമ്മേ. ഡിപ്രഷന്റെ ഒരു ഇത് കാണുന്നുണ്ടല്ലോ. ഇങ്ങനെയാണ് സൂക്ഷിക്കണം. ആരംഭ സ്റ്റേജാണ് കുഴപ്പമില്ല. പിന്നെ പിന്നെ പോകെ അങ്ങോട്ട് കൂടി വന്നിട്ടുണ്ടെങ്കിൽ അത് ജീവന് തന്നെ അപകടമാവെന്ന് പറയണം. ഇനിയിപ്പോൾ എന്ത് ചെയ്യും മോളെന്ന് ചോദിക്കാം. ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ ഋതുവിനോട് സംസാരിക്കാമെന്ന് പറയണം. അപ്പോഴേക്ക് സേതു വന്നു. സേതുവിനോട് പിന്നെ കാര്യങ്ങളൊക്കെ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സേതു പറഞ്ഞു, എനിക്കും തോന്നിയായിരുന്നു ഋതുവിന് എന്തോ പ്രശ്നമുണ്ടെന്ന്. അവൾ ആരോടും പഴയതുപോലെ മിണ്ടാട്ടമില്ല, അങ്ങനെ ദേഷ്യപ്പെടാറില്ല, എപ്പോഴും ഒരേ ഇരിപ്പും കിടപ്പും തന്നെയാന്നൊക്കെ പറയാണ്. ഇത് കേട്ടാൻ പൂർണ്ണം പറഞ്ഞു, അതെ, എൻ്റെ മനസ്സിൽ ഭയങ്കര ടെൻഷൻ അവളെക്കുറിച്ച് ഓർത്തിട്ട്. അവൾക്ക് ഇത് എന്ത് പറ്റിയെന്ന് പോലും അറിയത്തില്ല. മുമ്പ് ഇങ്ങനെ ആയിരുന്നില്ല. എപ്പോഴും ഓടിച്ചടന്ന് എല്ലാ കാര്യങ്ങളും ഊർജ്ജസ്വലതയോടെ ചെയ്യുന്ന പെൺകുട്ടിയായിരുന്നു. ഇപ്പൊ പെട്ടെന്ന് അവൾക്ക് ഈ മാറ്റം ഉണ്ടായെന്നൊക്കെ പറയാണ്. ഇത് കേട്ടതും പല്ലെ പറഞ്ഞ്, അമ്മ പേടിക്കണ്ട, ഞാൻ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി പോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.